ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നല്ലൊരു കളർഫുൾ ആയിട്ടുള്ള ഡേ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. നമ്മുടെ ബൊഗൈൻവില്ല പൂത്ത് നിൽക്കുന്ന കേട്ടോ, എന്ത് രസമെന്ന് നോക്കി. നല്ല ഡാർക്ക് കളറാണ് കേട്ടോ, നല്ല ഭംഗിയാണ് കാണാനേ. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ സ്വന്തം അച്ചിങ്ങാപ്പയർ തോരൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ എനിക്ക് കുറച്ച് അച്ചിങ്ങാപ്പയറൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ നന്നായിട്ട് കഴുകിയിട്ട് നമുക്ക് ഒന്ന് ഒഴിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ വലിയ പയറൊക്കെ ഞാനൊന്ന് അതിൻ്റെ അരിമണി മാത്രമേ എടുക്കുന്നുള്ളൂ, അല്ലാത്തതെല്ലാം നമുക്ക് ഒടിച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് ഉള്ളിയും അതുപോലെ പച്ചമുളകും എല്ലാം അരിഞ്ഞെടുക്കാം, തേങ്ങയെല്ലാം ചിരണ്ടിയെടുക്കാം കേട്ടോ. അപ്പോൾ അതൊന്നും ഞാൻ കാണിക്കുന്നില്ല, അത് എല്ലാ വീഡിയോയിലും കാണിക്കുന്ന പോലെ അത് കാണിക്കുന്നില്ല. അപ്പോൾ ഞാനിതൊന്ന് റെഡിയാക്കി എടുത്തിട്ട് വരാം കേട്ടോ. അപ്പോൾ വളരെ സിമ്പിളാണ്, എല്ലാവർക്കും തന്നെ ഒരുപാട് പേർക്ക് തന്നെ ഇഷ്ടമുള്ള ഒരു സാധനമാണല്ലോ നമ്മുടെ ഈ അച്ചിങ്ങാപ്പയർ തോരൻ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഞാൻ റെഡിയാക്കി എടുത്തിട്ട് വരാവേ. അപ്പോൾ ഞാനിവിടെ എല്ലാം ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. തേങ്ങ ചേർത്തിട്ടുണ്ട്, അതുപോലെ പച്ചമുളക് ചേർത്തിട്ടുണ്ട്, കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കറി തയ്യാറാക്കാൻ തുടങ്ങാം. ആദ്യം തന്നെ ഒരു പാൻ വെച്ച് കൊടുക്കാം. പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഒരു 1/2 ടേബിൾ സ്പൂൺ കടുക് ഇട്ട് പൊട്ടിച്ചെടുക്കാം. ഇനി നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന ആ ഒരു പയറിൻ്റെ കൂട്ട് നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. മൊത്തം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്, അതുപോലെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മിക്സ് ചെയ്ത് അടച്ച് വെച്ചിട്ട് 1 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കൊന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഞാൻ കണ്ടിട്ട് നല്ല കളർഫുള്ളായിട്ട് നമ്മുടെ കറി വരുന്നതുണ്ടോ. അപ്പോൾ ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒന്ന് തളിച്ച് കൊടുക്കാം കേട്ടോ. കാരണം വെച്ചാൽ അടി പിടിക്കും, പയർ വെന്ത് കിട്ടുകയില്ല. അതുകൊണ്ട് നമുക്ക് കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കണ്ട, ഇങ്ങനെ കയ്യിലെടുത്തിട്ട് തളിച്ച് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഉപ്പൊക്കെ നോക്കിയിട്ട് ഒന്നുകൂടി ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. വളരെ സിമ്പിളാണ്, അതുപോലെ ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഒന്നുകൂടി ഒന്ന് മൂടി വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കറിയൊക്കെ ഇവിടെ മൂടി വെച്ചിട്ട് ഒരു 2-3 സെക്കൻഡ് കൂടെ ആയിട്ടുണ്ട്. നമ്മുടെ കറിയൊക്കെ പയറൊക്കെ അത്യാവശ്യം വെന്തിട്ടുണ്ട്. കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ല, ഒരു കളറായിട്ട് മാത്രം വന്നിരിക്കുന്നത്. നേരത്തെ നമ്മൾ പല കളറിലായിരുന്നു കണ്ടതല്ലേ. അപ്പോൾ നമ്മുടെ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ അച്ചിങ്ങപ്പയർ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫുള്ള് കണ്ട് സപ്പോർട്ടും കൂടി ചെയ്യണം കേട്ടോ.